ഹായ് വെൽക്കം ടു റെനീഷ CS Edu World. നമ്മൾ പ്രീവിയസ്ലി വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയാണ് ട്രാൻസിഷൻ ടേബിള് അല്ലെ ട്രാൻസിഷൻ ഡയഗ്രാം ട്രാൻസിഷൻ ഫംഗ്ഷൻ ഇതൊക്കെ എഴുതുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചത്. അപ്പം ഞാൻ ഓൾറെഡി അവിടെ വെച്ച് പറഞ്ഞായിരുന്നു, നമ്മളൊരു ട്രാൻസിഷൻ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കേണ്ടി വരും, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ടേബിൾ വരയ്ക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാമെന്ന്. നമ്മൾ ഇതിൻ്റെ അത് കുറച്ച് എക്സാമ്പിൾ ആണ്, ഒരു ഒന്ന് രണ്ട് എക്സാമ്പിൾ ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ തന്നെങ്കിൽ അതിന്റെ എങ്ങനെ ട്രാൻസിഷൻ ടേബിള് ആൻഡ് ഡയഗ്രാം വരയ്ക്കും എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഡ്രോ ദ ട്രാൻസിഷൻ ഡയഗ്രാം ആൻഡ് ട്രാൻസിഷൻ ടേബിൾ ഫോർ M is equal to Q0, Q1, Q2, Q3, A, B, delta Q0, Q3 and delta of Q0 is equal to Q1, delta of Q0 equal to Q0B is equal to Q2. അതായത് ഡെൽറ്റ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ട്രാൻസിഷൻ ഡയഗ്രാം ട്രാൻസിഷൻ ടേബിളും വരയ്ക്കണം. ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, M is equal to Q0, Q1, Q2, Q3. ഓക്കെ, എ ബി ഡെൽറ്റ Q0, Q3 ആണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് M is equal to Q sigma delta Q0 and F ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതുണ്ടോ, ഇതാണ് Q0 എന്ന് പറയുന്നത്. Q0 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ ഇവിടെ തന്നിരിക്കുന്നത്? Q0, Q1, Q2 and Q3. ഓക്കെ, ഇവിടുത്തെ ക്യൂ നമ്മൾ ഓൾറെഡി ഫൈനൽ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക് 5 ട്യൂപ്പിൾസ് ഉണ്ടെന്ന് പറയും. Q സിഗ്മ ഡെൽറ്റ Q0 ആൻഡ് F അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് Q, ഇത് സിഗ്മ. ഓക്കെ, സിഗ്മ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? A, B ആണ് പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എന്ന് പറയുന്നതാണ് ഈ തന്നിരിക്കുന്നത്. Q0 is equal to Q1, Q0B is equal to Q2, delta of Q1 is equal to Q3. ഇത് ഈ തന്നിരിക്കുന്ന ഡെൽറ്റ ആണ്. ട്രാൻസിഷൻ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇനി Q0 എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടുത്തെയും സ്റ്റാർട്ട് സ്റ്റേറ്റ് നോക്കി, ഇതാണ് സ്റ്റാർട്ട് സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ ഏത് തന്നെയായിരിക്കും സ്റ്റാർട്ട് സ്റ്റേറ്റ്? Q0 is the start state. ഈ പൊസിഷനിൽ ഫൈനൽ സ്റ്റേറ്റിന്റെ പൊസിഷനിലാണ് ഏത് കിടക്കുന്നത്? Q3. അപ്പൊ Q3 ആണ് ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. എന്തൊക്കെ കാര്യങ്ങളാണ്? ഇതുണ്ട്, ഇത് Q കിടക്കുന്നത്, ഇതാണ് Q, ഇതാണ് സിഗ്മ, ഡെൽറ്റ ആണ് ഇങ്ങോട്ട് ഈ തന്നിരിക്കുന്നത്, ഇതെല്ലാം ഡെൽറ്റ ആണ്. Q0 എന്ന് പറഞ്ഞിരിക്കുന്നത് Q0 തന്നെയാണ് ഈ ഫിഗറിൽ. ഓക്കെ, ഫൈനൽ സ്റ്റേറ്റ് ആണ് Q3. ഇതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻ ടേബിൾ വരയ്ക്കാൻ ഈസി ആയിട്ട്, അല്ലേ? ഓക്കെ, ട്രാൻസിഷൻ ടേബിളോ ഡയഗ്രാമോ എന്ത് വേണേലും നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ടേബിൾ വരയ്ക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസിഷൻ ടേബിളിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ വേണം ഇൻപുട്ട് കൊടുക്കാൻ. എയും ബിയുമാണ് ഈ ട്രാൻസിഷൻ ടേബിളിൻ്റെ അകത്ത് ഇൻപുട്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക? സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റ് ആണ് ഇവിടെ ഉള്ളത്? Q0, Q1, Q2, Q3. Q0, Q1, Q2, Q3 are the states. ഇതിൻ്റെ അകത്ത് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇവിടെ സ്റ്റേറ്റ് ഇത് ഇങ്ങോട്ട് എഴുതി. ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് കിട്ടിയതാണ് എയും ബിയും, അത് നമ്മൾ എഴുതി. ഇനി ഡെൽറ്റ അവിടെ നിൽക്കട്ടെ. അടുത്ത ഏതാണ്? സ്റ്റാർട്ട് സ്റ്റേറ്റ്. സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ ട്രാൻസിഷൻ ടേബിൾ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ആരോ ഇട്ട് കൊടുക്കുക. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് സ്റ്റേറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇതിന് മനസ്സിലാവും ഇതാണ് സ്റ്റാർട്ട് സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? എഫിന്റെ അവിടെ കിടക്കുന്ന Q3. അപ്പൊ അവിടെ ഒരു സർക്കിൾ ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന് മനസ്സിലാവും ഓക്കെ ഇതാണ് ഫൈനൽ സ്റ്റേറ്റ്. അപ്പൊ ട്രാൻസിഷൻ ടേബിൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും Q0 is the start state and Q3 is the final state. ഇനി നമ്മൾ ട്രാൻസിഷൻ എഴുതിയാൽ മതി. അപ്പൊ ആദ്യം കിടക്കുന്ന ട്രാൻസിഷൻ ഏതാണ്? അവിടെ ഡെൽറ്റ ഓഫ് Q0 A എന്നാണ് കിടക്കുന്നത്.
ഡെൽറ്റ ഓഫ് Q0 is equal to Q1 എന്നാ കിടക്കുന്നത്. അപ്പൊ നോക്കി ഡെൽറ്റ ഓഫ് Q0 എയുടെ പ്ലേസിൽ എന്ത് ചെയ്യണം? Q1 എന്ന് എഴുതണം. മനസ്സിലായോ? ഡെൽറ്റ ഓഫ് Q0 A is equal to Q1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ Q0യ്ക്കും എയും കിടക്കുന്ന ആ പൊസിഷനിൽ എന്ത് ചെയ്യണം? Q1 എന്ന് എഴുതണം. അടുത്ത ഇതാണ് Q0 B is equal to Q2. ഓക്കെ, Q0 ഇവിടെ എടുക്കുക, ബി എവിടെ കിടക്കുന്നത്? ഇവിടെ ആണ്. ഓക്കെ, ഇതിന് നേരെ കിടക്കുന്ന ബിയുടെ പൊസിഷനിനകത്ത് എന്ത് എഴുതണം? Q2 എന്ന് എഴുതണം. ഓക്കെ, അടുത്ത ഏതാ? Q1 A is equal to Q3. Q1 A കേട്ടോ, Q1 A ഇവിടെ കിടക്കുന്നത്, അവിടെ എന്ത് എഴുതണം? Q3 എന്ന് എഴുതണം. അടുത്തത് Q1 B is equal to Q2. Q1 B is equal to Q2. Okay. അടുത്തത് Q2 A is equal to Q3. Q2 A is equal to Q3. അടുത്തത് ഏതാ കിടക്കുന്നത്? ഡെൽറ്റ ഓഫ് Q3 B is equal to Q0. ഡെൽറ്റ ഓഫ് Q3 B is equal to Q0. Okay. അപ്പം ബാക്കി ഇല്ലാത്തത് നമുക്ക് അവിടെ ട്രാൻസിഷൻ ഇല്ലാത്തതാണ്, അത് അതേപടി ഇടുക. ഓക്കെ, ഇത്ര മനസ്സിലായ? ഇതാണ് ട്രാൻസിഷൻ ടേബിള്. ഇപ്പൊ ട്രാൻസിഷൻ ടേബിളിനകത്ത് നമ്മൾ ഇവിടെ സ്റ്റേറ്റ് എഴുതി, ഇവിടെ നമ്മൾ ഇൻപുട്ട് എഴുതി. സ്റ്റേറ്റിന്റെ സ്റ്റാർട്ട് സ്റ്റേറ്റ് Q0 ആണ്, അതുകൊണ്ട് ഇവിടെ ആരോ ഇട്ടു. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q3 ആണ്, അതുകൊണ്ട് അവിടെ റൗണ്ട് ഇട്ടു. പിന്നെ ട്രാൻസിഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം Q0 എയുടെ പൊസിഷനിൽ Q1 എഴുതി, Q0 B ഇവിടെ ആണ് പൊസിഷൻ കിടക്കുന്നത്, ഇവിടെ Q2 എഴുതി, Q1 A അവിടെ Q3 എഴുതി, Q1 B യുടെ അവിടെ എന്തെഴുതി? Q2. ഓക്കെ, അങ്ങനെ എല്ലാം ആ ഒരു പ്ലേസിൽ കൊണ്ട് ഫില്ല് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ട്രാൻസിഷൻ ടേബിൾ കിട്ടി. ട്രാൻസിഷൻ ടേബിൾ ഉണ്ട്, നമ്മൾ ഇത് വെച്ചിട്ട് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയാണ് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്? ആദ്യം ഈ ഒരു 4 സ്റ്റേറ്റ് ഉണ്ട്, ആ സ്റ്റേറ്റ് നമ്മൾ അങ്ങ് വരച്ചിടുക. ഓക്കെ, നമുക്ക് ഓൾറെഡി 4 സ്റ്റേറ്റ് ഉണ്ടെന്നുള്ള Q0, Q1, Q2, Q3. ഓക്കെ, ആ സ്റ്റേറ്റുകൾ നമ്മൾ അതേപടി അങ്ങ് വരച്ചിടുക. റൗണ്ട് ഇട്ടിട്ട് സർക്കിൾ ഇട്ടിട്ട് ആദ്യം വരച്ചങ്ങിടുക. എവിടെയെങ്കിലും ഇങ്ങനെ ഇഷ്ടമുള്ളിടത്ത് വരയ്ക്കാം. Q0, Q1, Q2, Q3 എന്ന് അങ്ങ് വരച്ചിട്ടു. ഇനിയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് Q0 is a സ്റ്റാർട്ട് സ്റ്റേറ്റ്. അപ്പൊ Q0 അവിടെ എന്ത് എഴുതുക? ഒരു ആരോ ഇടുക. ഫൈനൽ സ്റ്റേറ്റ് ഏതാണ്? Q3 ആണ്, അത് കോൺസെൻട്രിക് സർക്കിൾസിനകത്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 സർക്കിൾ വരച്ചു. ഇനി നമ്മൾ ട്രാൻസിഷൻ ആണ് എഴുതേണ്ടത്. ട്രാൻസിഷൻ അങ്ങ് എഴുതിയാൽ മതി. ഇവിടെ നോക്കുക, Q0 A എന്ന് പറയുന്ന എവിടെ ഏതാ കിടക്കുന്നത്? Q1. കേട്ടോ, Q0 A എന്ന് പറയുന്നിടത്ത് Q1. അപ്പൊ Q0യിൽ നിന്ന് A എന്ന് പറഞ്ഞ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്ത് Q1ലേക്ക് പോകുന്നതാണ് മീനിങ്. ഓക്കെ, അപ്പൊ Q0 A is equal to Q1 എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കുക. അടുത്ത നോക്കി Q0 B is equal to Q2 എന്നാ പറഞ്ഞത്. ഓക്കെ, Q0 B is equal to Q2. B is equal to Q2. ഇനി Q1 A is equal to Q3. Q1 A is equal to Q3. Q1 B is equal to Q2. Q1 B is equal to Q2. Next, Q2 A is equal to Q3. Q2 A. Q2 A is equal to Q3. Next ഇനിയുള്ളത് Q3 B is equal to Q0. Q3 B is equal to Q0. മനസ്സിലായ? ഇങ്ങനെയാണ് ചെയ്തത്. Q0
എ ആണത് ഡെൽറ്റ ആണ് ഇവിടെ Q0 A is equal to Q1. Q0 ന് A വരയ്ക്കുക. Q0 A is equal to Q1 എന്ന് പറഞ്ഞാൽ Q0 ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. A എന്ന് പറഞ്ഞിട്ട് ഇതിനുള്ള ഇൻപുട്ട് കൊടുക്കുക, അത് Q1 ൽ പോയി നിൽക്കണം. അടുത്തത് Q0 B is equal to Q2. Q0 B എന്ന് പറയാൻ ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്. B ആണ്, B equal to Q2 എന്നാ പറയുന്നത്. അപ്പൊ Q2 ലേക്ക് വരയ്ക്കുക, അതിന്റെ ആ ലേബലിന്റെ മേളിൽ എന്ത് കൊടുക്കുക? B എന്ന് കൊടുക്കുക. ഡെൽറ്റ ഓഫ് Q1 A is equal to Q3. Q1 ൽ തുടങ്ങണം. A ആണ് ഇൻപുട്ട്, എങ്ങോട്ട് കൊടുക്കണം? Q3 ലേക്ക് കൊടുക്കണം. Q1 B is equal to Q2. Q1 B ആണ്, B ഇങ്ങനെ കൊടുക്കുക, B is equal to Q2. Okay, Q2 A is equal to Q3. Q2 ൽ നിന്ന് പോവാ, A ആണ് ഇൻപുട്ട്, അത് എങ്ങോട്ട് പോകണം? Q3 ലേക്ക്. നെക്സ്റ്റ് ഡെൽറ്റ ഓഫ് Q3 B is equal to Q0. Q3 B is equal to Q0. നമുക്കൊരു ട്രാൻസിഷൻ ഡയഗ്രാം ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, എന്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് ഈസിയാണ്. ഓക്കെ, ചിലപ്പോൾ നമുക്കിത് എക്സാമിന് ചോദിക്കുക, ചിലപ്പോൾ ടേബിൾ തന്നിട്ട് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാം. ഓക്കെ, അപ്പം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ഒരു പ്രോബ്ലം കൂടെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. Second question, find transition function and draw the transition diagram for the transition table. This നമുക്ക് ട്രാൻസിഷൻ ടേബിൾ തന്നിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്യണം? ട്രാൻസിഷൻ ഫംഗ്ഷനും ട്രാൻസിഷൻ ഡയഗ്രവും നമ്മൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ എഴുതാം? Q എന്താണ്? Q എത്രയാണ്? ഏതൊക്കെയാണ്? Q0, Q1, Q2. ഓക്കെ, നമ്മളൊരു കിട്ടുന്നത് Q0, Q1, Q2 ആണ്. ഇനി ഇൻപുട്ട് ഏതാണ് കൊടുക്കുന്നത്? 0, 1 are the input. 0 and 1 ആണ് ഇൻപുട്ട്. ഓക്കെ, ഡെൽറ്റ നെക്സ്റ്റ് ഡെൽറ്റ ആണ്. ഡെൽറ്റ നമുക്ക് എഴുതാം. ഡെൽറ്റ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഏതാണ്? Q0, എൻഡിങ് സ്റ്റേറ്റ് Q1. അപ്പം നമ്മള് ഫസ്റ്റ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്താന്ന് എഴുതി. ഇനി ഇതിനകത്ത് ഡെൽറ്റ എന്താണെന്നാണ് പറയേണ്ടത്. ഡെൽറ്റ എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. ഡെൽറ്റ ഓഫ് Q0 0 എന്ന് എഴുതണം. ഇതുണ്ടോ, ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇതുണ്ട്, ഇത് ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ Q0 0 is equal to Q0 എന്ന് എഴുതണം. Q0 0 is equal to Q0. മനസ്സിലായി? Q0 0 is equal to Q0. ഇനി Q0 1, Q0യുടെ എവിടെയും 1ന്റെ എവിടെയും കിടക്കുന്ന ഏതാന്ന് നോക്കുക? Q1. ഡെൽറ്റ ഓഫ് Q0 1 is equal to Q1. ഇനി നോക്കി Q1 0, ഇത് 0യുടെ പ്ലേസ്. അപ്പൊ Q1 0 is equal to Q1. ഡെൽറ്റ ഓഫ് Q1 0 is equal to Q1. Next, delta of Q1 1 is Q2. Delta of Q1 1 is Q2. Next one again, delta of Q2 0 is Q2. Delta of Q2 0 is equal to Q2. അടുത്തത് delta of Q0 1. Sorry. Next, delta of Q2 1 is Q2. Okay, delta of Q2 1 is Q2. Okay, മനസ്സിലായത് എഴുതിയത്? ആദ്യം Q0. Q0 ന് 0 അടക്കുന്നത് നോക്കുക. എവിടാ? Q0യില്. അപ്പൊ ഡെൽറ്റ ഓഫ് Q0 0 ഈക്വൽ ടു Q0 എന്ന് എഴുതി. അതാണ് ഇങ്ങനെ. ഇത് കിടക്കുന്നത് ഇവിടെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതുന്നത് ഡെൽറ്റ ഓഫ് Q0 0 ഈക്വൽ ടു Q0. മനസ്സിലായോ? ഡെൽറ്റ ഓഫ് Q0 0 ഈക്വൽ ടു Q0. അടുത്ത എഴുതുമ്പോ ഡെൽറ്റ ഓഫ് Q0 അവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? ഇത് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് Q1. അപ്പൊ ഡെൽറ്റ ഓഫ് Q0 1 ഈസ് Q1. ഓക്കെ, ഡെൽറ്റ ഓഫ് Q0 1 ഈസ് Q1. അടുത്ത അപ്പൊ എങ്ങനെ എഴുതും? ഡെൽറ്റ ഓഫ് Q1 0. കണ്ടോ, ഡെൽറ്റ ഓഫ് Q1 0 ഈസ് Q1. ഓക്കെ, Q1.
delta of Q1 0 is equal to Q2. Next Q2 0. Delta of Q2 0 is Q2. Delta of Q2 1 is Q2. Okay, ഇത് മനസ്സിലായോ? നമുക്ക് ഇതിന്റെ ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഇനി ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എവിടാന്ന് വെച്ചെങ്കിൽ വരയ്ക്കുക. ഞാൻ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ എഴുതി Q1 Q2 Q0 Q1 Q2 എന്ന് എഴുതി. ഓക്കെ, സ്റ്റാർട്ട് സ്റ്റേറ്റ് ഇതാണ്, Q0 ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരോ ഇട്ടു. എൻ സ്റ്റേറ്റ് ഏതാണ്? Q1 ആണ്. ഇനി എന്ത് കൊടുക്കാം? Q0 0 ഈക്വൽ ടു Q0. അപ്പൊ എങ്ങനെ കൊടുക്കുന്നത്? Q0യിൽ നിന്ന് 0 കൊടുത്തു കഴിഞ്ഞാൽ Q0യിലേക്ക് തന്നെ വരും. ഇനി Q0 1 ഈക്വൽ ടു Q1. Q0 1 is equal to Q1. അടുത്തത് Q0 0 is equal to Q1. Q1 0. Q1 0 is equal to Q1. Q1 നിന്ന് പോയിട്ട് Q1 ലേക്ക് തന്നെ തിരിച്ചു വരിക. Q1 1 is equal to Q2. Q1 1 is equal to Q2. ഇനി Q2 0 is equal to Q2. അപ്പൊ എന്ത് വരും? Q2 നിന്ന് പോയി Q2 ലേക്ക് തന്നെ തിരിച്ചു വന്നു 0. അടുത്തത് Q2 1 is equal to Q2. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഒന്നുകൂടെ വരയ്ക്കാം, ഇല്ലെങ്കിൽ കോമ ഇട്ടിട്ട് ഇവിടെ 1 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ വേണേലും കൊടുക്കാം. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ, ട്രാൻസിഷൻ ഡയഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.